അങ്ങനെ തന്നെ നമ്മൾ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഇനി നമ്മൾ വീട്ടിലോട്ട് തിരിച്ച് പോവുകയാണ്. ഇന്നത്തെ ദിവസം രാവിലെ നമുക്ക് വേറെ കുറച്ച് പ്ലാനിങ് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് 1-2 സ്ഥലങ്ങളിൽ കൂടെ പോയിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്നായിരുന്നു. അതായത് ആഴിമല ഉണ്ടല്ലോ അവിടെയൊക്കെ പോകണം. പിന്നെ വലിയ ശിവലിംഗം ഇരിക്കുന്ന ഒരു ടെമ്പിൾ ഉണ്ടല്ലോ അവിടെയും പോകണം എന്നൊക്കെ കരുതിയിരുന്നതാണ്. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, പോകാൻ പറ്റില്ല. വേറൊന്നുമല്ല, കുഞ്ഞിന് തലേന്ന് രാത്രി നല്ല കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എഴുതി റെസ്റ്റ് എടുക്കാൻ പോകണ്ടെന്ന് എഴുതി കേട്ടോ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് എങ്കിലും പിന്നെയും കിടന്ന് ഉറങ്ങി. പിന്നെ ഇപ്പോഴായിട്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റത്. പിന്നെ പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ടോപ്പ് കാണിച്ചു തന്നെയാണ്. ഇഷ്ടപ്പെട്ടു, അടിപൊളി ടോപ്പാണ്. പ്രിൻ്റാണ്, താഴോട്ട് വരുന്നത്, മുകളിൽ ഫുള്ള് ത്രെഡ് വർക്കാണ്. വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല, 300 സംതിങ്ങോ മറ്റോ അങ്ങോട്ട് ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ, ടാഗ് ചെയ്തേക്കാം. അടിപൊളി ടോപ്പാണ് കേട്ടോ. പിന്നെ ഇച്ചിരി ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഉടയും, അപ്പോൾ നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. സത്യം പറഞ്ഞാൽ ആ ഹോട്ടൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. റൂമും പിന്നെ ആൾക്കാരുടെ പെരുമാറ്റവും ഫുഡും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും സംഭവം ഇനി വരുവാണെങ്കിൽ അവിടെ തന്നെ വരണം. വിളിച്ചോണത്തിയത്. അങ്ങനെ നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്കാണല്ലോ ലുലു മാള്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അവിടെ കയറി കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ പോകാം, ഫുഡും കഴിച്ചിട്ട് പോകാമെന്ന് എഴുതി കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ കയറിയപ്പോഴത്തേക്ക് ഇതാ ഈ ഒരു ഷോപ്പ് കണ്ടു കേട്ടോ. എന്തൊരു അടിപൊളി സാധനങ്ങളാണ്. എൻ്റെ പൊന്നു, ആ കൃഷ്ണനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരണമെന്നുണ്ടായിരുന്നു. 45,000 രൂപയും മറ്റും കൊണ്ടായിരുന്നു കേട്ടോ. ഓരോന്നിനും ഭയങ്കര റേറ്റ്, നല്ല വിലയുണ്ട് കേട്ടോ. അതേപോലെ നല്ല വെയിറ്റ് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. അങ്ങനെ അവിടേക്ക് കയറിയിട്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഉച്ച ഫുഡ് നമ്മൾ കഴിക്കാതെയാണല്ലോ ഇറങ്ങിയത്. ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ വന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് ഫുഡ് കോർട്ടിൽ കൊണ്ടുവച്ച് കഴിക്കാമെന്ന് കരുതി. ഇവിടെ ആകുമ്പോൾ നമുക്ക് റേറ്റ് കുറച്ച് സാധനങ്ങൾ കിട്ടും കേട്ടോ. ഫുഡ് നിങ്ങൾക്ക് അറിയാമോ? അറിയായിരിക്കും, പിന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളിതാ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. എനിക്കാണെങ്കിൽ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും കൊടുക്കാൻ കിട്ടിയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നോക്കി അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഇരിപ്പുണ്ടായിരുന്നു, കട്ട് ഫ്രൂട്ട്സ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഇതാ അതിൽ നിന്ന് കുറച്ച് മേടിച്ചിട്ടുണ്ട്. വാട്ടർ മെലൺ, പിന്നെ മറ്റേ ഡ്രാഗൺ ഫ്രൂട്ട്, പൈനാപ്പിൾ, അതൊക്കെയാണ് കേട്ടോ മേടിച്ചത്. പൈനാപ്പിൾ ഞാൻ അവൾക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇപ്പം കൊടുക്കുന്നില്ല. ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. അത് കുറച്ച് സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ. കൊടുത്തപ്പോൾ ആൾ ഇഷ്ടപ്പെട്ടു കേട്ടോ, ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവൾക്കുള്ളത് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുഞ്ഞൻ എനിക്ക് കുറേശ്ശെ വാരി തരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതാ കുഞ്ഞൻ്റെ കയ്യിൽ ഋതുവിനെ കൊടുത്തതിന് ശേഷം പിന്നെ ഇതാ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് ഋതുവിന് ഫീഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല രസമായിട്ടോ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. അവിടെ ഇരുന്ന് ഫീഡൊക്കെ ചെയ്തിട്ട് പതുക്കെ വന്നാൽ മതി കേട്ടോ. നല്ല AC റൂമുമാണ്. അവിടെ ഇവിടെയൊക്കെ കയറി നടന്നിട്ട് എനിക്ക് തലവേദന ഒരു സൈഡിൽ തുടങ്ങിയിട്ടുണ്ട്. വേഗം വീട്ടിലെത്തണം കേട്ടോ. എനിക്ക് ഒട്ടും വയ്യ, ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ക്യാരിങ് ബാഗിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.